കാൽ നൂറ്റാണ്ടായി തരിശുകിടന്ന പുഞ്ചപ്പാടങ്ങൾ കഴിഞ്ഞ 3 വർഷക്കാലം തുടർച്ചയായി നെൽകൃഷി ചെയ്തു വരുന്നു തഴക്കരയിൽ. അതോടൊപ്പം തന്നെ തരിശു കിടന്ന സ്വകാര്യ പൊതുഭൂമിയും മറ്റും പാട്ടമെടുത്ത് പച്ചക്കറികളും വാഴയും ഇടവിളകളും കൊണ്ട് കൃഷിസ്ഥലമാക്കി മാറ്റി. മൊത്തം 515 ഹെക്ടർ വയലും 162 ഹെക്ടർ കരഭൂമിയും ചേർത്ത് 677 ഹെക്ടർ തരിശാണ് തഴക്കരയിൽ കൃഷിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇതിനുള്ള അംഗീകാരമാണ് സർക്കാരിന്റെ 10 ലക്ഷം രൂപയുടെ പുരസ്കാരവും പ്രശസ്തി പത്രവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കോശി എം കോശി ഏറ്റുവാങ്ങിയത്. നമ്മുടെ പരിസ്ഥിതിക്ക് ഏറെ ആഘാതമുണ്ടാക്കുന്നതാണ് തരിശ്ശിടിയിൽ. നമ്മുടെ വെള്ളവും മണ്ണും വായുവുമൊക്കെ മലിനപ്പെടുന്നത് കൂടാതെ കൊതുകുകളുടെയും രോഗാണുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളായും പാടങ്ങൾ മാറിയേക്കാം. പാടങ്ങളുടെ വീണ്ടെടുപ്പ് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഭൂമിയുടെ തണ്ണീർത്തടങ്ങളാണ് വയലുകൾ. അവശേഷിപ്പിച്ച പച്ചപ്പുകൾ കൂടി വയലുകൾ ഇല്ലാതാകുന്നതോടെ അപ്രത്യക്ഷമാകാം. കൃഷി ചെയ്യുമ്പോൾ തണ്ണീർത്തടങ്ങളുടെ ജലസംഗ്രഹണ ശേഷി ഉയർന്നു വരും. മഴയിലൂടെ കിട്ടുന്ന വെള്ളമൊക്കെ കടലിലേക്കല്ല, ഭൂമിയുടെ ഗർഭഗൃഹത്തിലേക്കാണ് ഒഴുകേണ്ടത്. കേരളത്തിലെ നെൽകൃഷിയുടെ സുവർണകാലം 1970കളിലാണ്. പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളുമൊക്കെ എത്തിത്തുടങ്ങിയ അക്കാലത്ത് 8.75 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തിരുന്നു. കാലം പോകെ പോകെ 2010-11 ആയപ്പോഴേക്കും 2.13 ലക്ഷം ഹെക്ടറിലേക്കും 2011-12 2.08 ലക്ഷം ഹെക്ടറിലേക്കും 2012-13 1.97 ലക്ഷം ഹെക്ടറിലേക്കുമായി കൃഷി ചുരുങ്ങിയിരിക്കുന്നു. വയലിലെ പച്ചയും പറവകളുടെ സാന്നിധ്യവും ചിത്രശലഭങ്ങളും തോട്ടിലെ പരൽ മീനുകളുമൊക്കെ ഗൃഹാതുരമായ ഓർമ്മ കാഴ്ചകളായിരിക്കുന്നു.
നമ്മുടെ വയലുകൾ മറ്റു പല ആവശ്യങ്ങൾക്കായി മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു. പാർപ്പിടങ്ങൾക്കു വേണ്ടിയും വികസനത്തിനു വേണ്ടിയും മറ്റ് കൃഷികൾക്കു വേണ്ടിയും ഒക്കെ വയലുകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ. കേരളത്തിലെ ജനസംഖ്യ 3.39 കോടി കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ മലയാളിയുടെ ഭക്ഷണത്തിനായി പ്രതിവർഷം 34 ലക്ഷം ടൺ അരിയും 20 ലക്ഷം ടൺ പച്ചക്കറിയും 4 ലക്ഷം ലിറ്റർ പാലും 450 കോടി മുട്ടയും വേണമെന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡ് കണക്കാക്കിയിട്ടുണ്ട്. ഈ ആവശ്യത്തിന്റെ 10% ഭക്ഷണം പോലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കൃഷി ചെയ്യാനായി അവശേഷിക്കുന്ന 25.9 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ 10.4% മാത്രമാണ് ഭക്ഷ്യവിളകൾക്കായി നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ തരിശായി കിടക്കുന്നു. ഭക്ഷണത്തിനായി പുറം നാടുകളെ ആശ്രയിക്കാതെ നിവൃത്തിയില്ലെന്ന് വന്നിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പൊയ്പോയ കാർഷിക സമൃദ്ധി തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ആലപ്പുഴ ജില്ലയിലെ തഴക്കര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഒത്തുചേർന്നപ്പോൾ അസാധ്യമെന്ന് കരുതിയതൊക്കെ സാധ്യമാക്കാമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആമ്പലിത്തറ പാടം തരിശായിട്ട് വർഷം 20 ആകുന്നു. ഇത്തവണ മുഴുവനും കൃഷിയിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി കൃഷി ചെയ്തു വരുന്ന കുന്നത്തുമൂല പുഞ്ചയും പാടശേഖരവും 20 ഹെക്ടറാണ്. 1/4 നൂറ്റാണ്ടായി തരിശുകിടന്ന പാടങ്ങളാണ് 250 ഹെക്ടറുള്ള തഴക്കര പുഞ്ചയും 20 ഹെക്ടറുള്ള തേവേരിയും. 160 ഹെക്ടറാണ് പെരുവേലിയിൽ ചാൽ പുഞ്ചയുടെ വിസ്തൃതി. 600 മംഗലം എന്ന പാടം 50 ഹെക്ടറുണ്ട്. അത് ഈ പുഞ്ചക്കാലത്ത് മുഴുവനായി കൃഷിയിലേക്ക് വന്നിരിക്കുന്നു. ഏറെ പണിപ്പെട്ടാണ് ഇവയൊക്കെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കോശി എം കോശിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് വാസ്തവത്തിൽ ഈ വിജയത്തിന് നിദാനം. ഇതൊരു കാർഷിക ഗ്രാമമാണ്. കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ വരുമാനം. ഏതാണ്ട് 2000 ഏക്കറോളം നെൽപ്പാടങ്ങളാണ് തരിശ് ഈ പഞ്ചായത്തിലുണ്ടായിരുന്നത്. അതിനകത്ത് കൃഷി ചെയ്യുന്നത് വളരെ 10-100 ഏക്കർ കൃഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10, 15, 20, 25 വർഷക്കാലമായി തരിശ് കിടക്കുന്ന കൃഷി നിലങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യമായിരുന്നു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു കൺവേർജൻറ്റ് പ്രോഗ്രാം സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ പാരലായി പോകുന്ന പദ്ധതികൾ, അതിനെ കൺവേർജ് ചെയ്തുകൊണ്ട് കൃഷിയിലേക്ക് ഒരു തിരിച്ചുവരവ് എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ കൃഷിക്കാരെ ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ കൃഷിക്കാർക്ക് ആദ്യഘട്ടത്തിലൊക്കെ ഇതുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പല കൃഷിക്കാർക്കും അവരുടെ കൃഷിഭൂമിയെക്കുറിച്ച് പോലും ഒരു ബോധ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ 8 പ്രധാന പാടങ്ങളാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത്. അവിടുത്തെ കൃഷിക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടി. ചില കൃഷിപ്പാടങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് കർഷകർ തയ്യാറായി മുന്നോട്ട് വന്നു. ചിലയിടത്ത് അവർ നിർബന്ധമായി കൃഷിക്ക് വിട്ടുതരാൻ തയ്യാറാവാതെ വന്നു. അവിടൊക്കെ പഞ്ചായത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഞങ്ങളത് ഏറ്റെടുത്തു. അങ്ങനെ മൊത്തമായി കൃഷി ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഞങ്ങളുടെ പ്രയാണം ആരംഭിച്ചു. ഭൂ ഉടമകളുമായുള്ള കൂടിക്കാഴ്ചകൾ, പൊതുയോഗങ്ങൾ, സർവകക്ഷി യോഗം തുടങ്ങി എല്ലാ മുറകളും പ്രയോഗിച്ചാണ് കൃഷി എന്ന ആശയത്തിലേക്ക് നടന്നെടുത്തത്. കൃഷി ചെയ്യാൻ മനസ്സും താൽപ്പര്യമുള്ളവർക്ക് ഭൂമി വിട്ടു നൽകുക എന്നതാണ് പ്രധാനം. ഭൂമിയുള്ള ന്യൂനപക്ഷത്തിന് കൃഷി ചെയ്യാനുള്ള മനസ്സോ താൽപ്പര്യമോ ഉണ്ടാവണമെന്നില്ല.
അഥവാ ഉണ്ടായാൽ തന്നെ അതിനും ഭൗതിക സാഹചര്യങ്ങൾ ലഭ്യവുമല്ല. എളുപ്പമുള്ള സംഗതി കൃഷിഭൂമി ഏറ്റെടുക്കുക എന്നതാണ്. പ്രസിഡന്റിന്റെയും മറ്റും നേതൃത്വത്തിൽ കരാറുണ്ടാക്കി വയലുകൾ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് പാട്ടത്തിനു വിട്ടു നൽകി. കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കി അവർക്ക് കരഭൂമികൾ ലഭ്യമാക്കി. വായ്പയടക്കം എല്ലാ സഹായങ്ങളും കൃഷി ചെയ്യുന്നവർക്കായി നൽകി. ജനകീയ ആസൂത്രണം, ആത്മ, കൃഷിവകുപ്പിന്റെ വിവിധ പദ്ധതികൾ എന്നിവയൊക്കെ സംയോജിപ്പിച്ചപ്പോൾ ഹെക്ടർ കണക്കിന് നെല്ലും വാഴയും പച്ചക്കറികളും ഇടവിളകളും തഴക്കരയിൽ ഉൽപ്പാദിപ്പിക്കാനായി. ഗ്രാമ നേതൃത്വത്തിൽ ഇത്തരം ഇടപെടലുകളാണ് നമുക്ക് വേണ്ടതെന്ന് തഴക്കര സാക്ഷ്യപ്പെടുത്തുകയാണ്. കൂടുതൽ വില കിട്ടാൻ വിവിധ വഴികൾ തേടുകയാണ്. ഉപഭോക്താക്കൾക്ക് ഉൽപ്പാദകർ നേരിട്ട് നൽകുന്ന വിപണന തന്ത്രം കൃഷിക്കൂട്ടങ്ങൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. രണ്ടായിരത്തി 12-13 വർഷമാണ് ഞങ്ങൾ ഈ തരിശുനില കൃഷിയിലേക്ക് ഇവിടെ വരുന്നതിന് കാരണമുണ്ട്. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് കുട്ടനാട്ടിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പാട്ടമായിട്ട് സ്വന്തം നിലങ്ങളും ചെയ്തുകൊണ്ടിരുന്നു കുട്ടനാട്ടിൽ. പക്ഷേ കുട്ടനാട്ടിലിപ്പോൾ പാട്ട നിലങ്ങൾ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തഴക്കര ഏരിയയിൽ കൂടുതൽ നിലങ്ങൾ തരിശായി കിടക്കുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞു. 2012-13 ഞങ്ങൾ വന്ന തഴക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കോശിയായിട്ടും ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ അഭിലാഷ് സാറുമായിട്ട് സംസാരിച്ചപ്പോൾ തഴക്കര പുഞ്ച എന്ന് പറയുന്ന 200 ഹെക്ടർ വരുന്ന തഴക്കര പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഏറ്റവും വലിയ പാടശേഖരം കൃഷി ചെയ്യാതെ 10-15 വർഷമായിട്ട് ഇങ്ങനെ തരിശായിട്ട് കിടക്കുകയായിരുന്നു. നിരന്തരമായി അവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഞങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ആ പാടശേഖരം ഞങ്ങൾക്ക് വിട്ടുതരികയും 2012-13 വർഷം ആ പാടശേഖരം പൂർണ്ണമായിട്ടും കൃഷിയോഗ്യമാക്കുകയും ചെയ്തു. തുടർന്ന് തഴക്കര പുഞ്ചയുടെ വിവിധ ഭാഗങ്ങളിൽ തരിശുനിലം കിടക്കുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും അഭിലാഷ് സാറും ഒക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഏതാണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പം 450 ഹെക്ടറോളം നിലം തരിശു നിലങ്ങൾ ഇപ്പം കൃഷിയോഗ്യമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം തഴക്കര പഞ്ചായത്ത് കേരളത്തിന് ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ 10 അംഗങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനമുണ്ട്. ഏറ്റവും കൂടുതൽ അഭിമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും കൃഷി ഉദ്യോഗസ്ഥന്മാരുടെയും സഹകരണം. കഴിഞ്ഞ പ്രാവശ്യം 5 ഹെക്ടർ സ്ഥലത്തിലെ വിരിപ്പ് കൃഷിയെടുത്ത് വിജയകരമായി അത് പൂർത്തിയാക്കാനായിട്ട് ഞങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ കൃഷി ഇറക്കി ഏതാണ്ട് കതിര് വരുന്ന പ്രായമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം പഞ്ചായത്ത് മാതൃകയാക്കിയിരിക്കുകയാണ് തഴക്കര. കർഷകർ ഇത് ആത്മാർത്ഥമായി ഇവിടെ തന്നെ അവർ സ്വന്തമായി കൃഷി ചെയ്യും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 3 വർഷക്കാലം നല്ല രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഇവിടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കൂടാതെ തഴക്കര പഞ്ചായത്തിൽ ഈ പാടശേഖരങ്ങൾ മാത്രമല്ല തരിശു കിടക്കുന്ന മറ്റ് കരപ്പുരയിടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പച്ചക്കറി പോലെയുള്ള കൃഷികൾ നടത്തി പിന്നെ ഹരിത സമൃദ്ധി ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ അങ്ങനെ വരുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഹരിത സംഘങ്ങൾ, ഹരിത പച്ചക്കറി വിപണികൾ വരെ നമ്മളിവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കൊണ്ടുപോവുക. നമ്മളെ സംബന്ധിച്ച് ഫീൽഡിലിറങ്ങി കൃഷിക്കാരെ കണ്ടെത്തി കൃഷിഭൂമിയിൽ പരമാവധി കൃഷി ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയപ്പോൾ അത്ഭുതകരമായ മാറ്റം നമ്മുടെ തഴക്കരയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തരിശു കിടന്ന ഏതാണ്ട് 600 ഹെക്ടറോളം കൃഷിഭൂമി ഞാനിവിടെ വരുമ്പോൾ ഏതാണ്ട് 50 ഹെക്ടർ താഴെ മാത്രമേ നെൽകൃഷി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാഷ്ട്രീയക്കാരെയും കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും സാമൂഹിക പ്രവർത്തകരെയും വിശ്വാസത്തിലെടുത്ത് അവരെ കൂട്ടിപ്പിടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ തരിശു കിടന്ന 4 നൂറ്റാണ്ടായി തരിശു കിടന്ന തഴക്കര പുഞ്ച അടക്കമുള്ള എല്ലാ പുഞ്ചകളും നമ്മുടെ തഴക്കരയിലുള്ള എല്ലാ പുഞ്ചകളും കൃഷിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. കൃഷി ചെയ്യാൻ താല്പര്യമുള്ള വീട്ടമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് മിനിമം 1 ഏക്കർ കണ്ടെത്തി അവർക്ക് കൊടുക്കുന്നു. മിനിമം 1 ഏക്കർ കൃഷി ചെയ്യണമെന്നാണ് നമ്മളുടെ നിബന്ധന. അവർക്ക് വേണ്ടത് വായ്പ അടക്കമുള്ള നമ്മുടെ പ്രദേശത്തുള്ള 2-3 സഹകരണ സംഘങ്ങൾ പലിശരഹിതമായ കൃഷി ഓഫീസറുടെ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാർക്ക് കൃഷി ചെയ്യാനുള്ള ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. അപ്പം അവർക്ക് ആവശ്യമുള്ള ഉഴവ് കൂലിക്ക്
ചാണകം വാങ്ങിക്കാനുള്ള കൂലി, അതുപോലെ വിത്ത്, നടീൽ വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള പൈസ, ഇതൊക്കെ അപ്പോൾ ഈ സഹകരണ സംഘങ്ങളിൽ നിന്ന് പലിശരഹിതമായിട്ട് വായ്പയായിട്ട് ലഭ്യമാക്കുന്നു ഈ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അതോടൊപ്പം തന്നെ ഇവർ കൃഷി നന്നായി ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വിവിധ പദ്ധതികളിലൂടെ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുകയാണ്. അതിന് ജനകീയാശ്രമം ഉപയോഗിച്ചു, കൃഷി വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾ ഉപയോഗിച്ചു, അവർക്ക് വേണ്ടുന്ന പരിശീലനത്തിനായി ആത്മ പോലെയുള്ള പരിപാടികൾ അവർക്ക് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ഒരു കൺവേർജൻസ് പ്രോഗ്രാം ആയിട്ട് നടത്തിയപ്പോൾ വൻ വിജയം. ഏക്കർ കണക്കിന് ഈ ഏത്തവാഴ കൃഷികൾ, പച്ചക്കറികൾ, അതുപോലെ ഇടവിളകൾ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞു. അതൊരു നിസ്സാര നേട്ടമല്ല. കൃഷി ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും കൃഷി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഈ നാട്ടിൽ ഭക്ഷ്യസുരക്ഷ ഉണ്ടാവുമെന്ന് തഴക്കര തെളിയിക്കുകയാണ്. മറുനാടൻ ഭക്ഷണ വസ്തുക്കളെല്ലാം വിഷം തീണ്ടിയതാണെന്ന് കാർഷിക സർവകലാശാലയുടെ പഠനത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. വിഷം തീനികളായി മലയാളി മാറിയിരിക്കുന്നു. രോഗങ്ങളുടെ പറുദീസയായി കേരളം വളർന്നിരിക്കുന്നു. ഇതിൽ നിന്നൊരു മോചനത്തിനായി മലയാളിയുടെ മനസ്സാണ് സജ്ജമാവേണ്ടത്. മനോഭാവമാണ് മാറേണ്ടത്. വില കൊടുത്തു വാങ്ങുന്നതൊക്കെ വിഷമാണെന്ന തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെ നാം രക്ഷപ്പെടും. പണ്ടാണെങ്കിൽ ഈ നമ്മുടെ നെല്ല് വിളഞ്ഞു വരുമ്പോൾ വിത്ത് കൃഷിക്കാർ തന്നെ അത് സൂക്ഷിക്കുമായിരുന്നു. ആ വിത്ത് വെള്ളത്തിലിട്ട് ചാക്കിനകത്ത് കെട്ടി അത് കിളിപ്പിച്ച് അങ്ങനെയാണ് വിതച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിന് ഇപ്പോൾ ചെയ്തു വരുന്നത് ഈ ഗവൺമെൻറ്റിൽ നിന്നാണ് ഇപ്പോൾ വിത്ത് കിട്ടുന്നത്. ആ വിത്ത് 30 കിലോ ഉള്ള ചാക്കാണ്. ആ ചാക്കോട് കൂടി വെള്ളത്തിൽ മുക്കിയിടുക. അങ്ങനെ മുക്കിയിടുന്നത് ഒരു 12 മുതൽ 16 മണിക്കൂർ വരെ മുക്കിയിടും. അതിനുശേഷം അതെടുത്ത് കരക്കി വെച്ച് അത് കിളിർത്ത് തുടങ്ങും. ഉടനെ കിളിക്കില്ല, ഒരു 24 മണിക്കൂറിന് ശേഷം അത് കിളിർത്ത് തുടങ്ങും. ആ കിളിർത്ത് തുടങ്ങുന്ന വിത്താണ് ഈ പാടശേഖരത്തിൽ വിതയ്ക്കുന്നത്. ഇവിടെ 1 സെൻറ്റിന് ഇടങ്ങഴി വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു പറ, അത് 10 സെൻറ്റ്. ആ 10 സെൻറ്റിന് ഒരു പറ വിത്ത്, അങ്ങനെയുള്ള ക്രമത്തിലാണ് വിതയ്ക്കുന്നത്. മകരക്കൊയ്ത്തു കഴിഞ്ഞാൽ ഗ്രാമദേവതമാർ ജീവിത തണ്ടിലേറി കർഷക ഭവനങ്ങളിലെത്തി നെൽപ്പറ കാണിക്കയായി സ്വീകരിച്ച് വീണ്ടും നല്ലൊരു വിള കൊയ്യാൻ അനുഗ്രഹിച്ച് തിരികെ പോകുന്ന കാഴ്ച ഇപ്പോഴും ഓണാട്ടുകരയിലുണ്ട്. നെൽപ്പറ വയ്ക്കാനുള്ള നെല്ല് പക്ഷേ ഇപ്പോൾ മറുനാട്ടിൽ നിന്നും വരണമെന്നായിട്ടുണ്ട്. തഴക്കര കുതിക്കുകയാണ്. മനുഷ്യ നന്മയ്ക്കായി, സുരക്ഷിത ഭക്ഷണത്തിനായി, സുരക്ഷിത കൃഷിക്കായി കൂടുതൽ ശ്രമങ്ങൾ വേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തഴക്കര പ്രയാണം തുടരുകയാണ്.